രാവിലെ കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഭഗവാനെ കണ്ട് തൊഴുതിട്ട് നമുക്ക് നടന്നു തുടങ്ങാം. ഗണപതി ഭഗവാന്റെ മുന്നിൽ രാവിലെ 5 മണി തൊട്ട് 11 മണി വരെ ഇതുപോലെ ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടേയിരിക്കും. ഗണപതി ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ശിവനും പാർവതിയാണ്. ശിവനും പാർവതിയും മുരുകനും ഗണപതിയാണ്. ഗണപതിക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇത് ക്ഷേത്രത്തിന് മനോഹരമായിട്ടുള്ള അമ്പലക്കുളമാണ്. കൊട്ടാരക്കരയിൽ നിന്നൊരു 4-5 കിലോമീറ്റർ നടന്നു വന്നിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ അന്തരീക്ഷമൊക്കെ സൂപ്പറാണ്. ചെറിയ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, ഇന്നലത്തെ പോലെ തന്നെ. ഇതാണ് റോഡൊക്കെ നല്ല നനഞ്ഞാണ് കിടക്കുന്നത്. ഇപ്പോൾ കാപ്പി കുടിക്കാം. സമയം 8 പൊറോട്ട ഉള്ളിക്കറി. മണി 10 ആയിട്ടുണ്ട്. ഏനാത്തായിട്ടുണ്ട്. ഏനാത്ത് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ കൂടെ ഉണ്ട്. അടൂര്. അടൂരാവാറായിട്ടുണ്ട് കേട്ടോ. ഈ സിഗ്നലിൻ്റെ അവിടെ നിന്ന് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് വേണം പോകാൻ. അടൂർ ടൗണിൽ കയറാൻ വേണ്ടി. ഇപ്പം സമയം 12:15. കണ്ട, നേരെ പോണത് കായംകുളം, വലത്തോട്ട് അടൂര്, ശബരിമല. അടൂരിൽ നിന്ന് 14 കിലോമീറ്റർ ഉണ്ട് പത്തനംതിട്ട. ആ 14 കിലോമീറ്ററും കൂടെ ഉച്ചയ്ക്ക് ശേഷം നടക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് പത്തനംതിട്ട ഒരു അയ്യപ്പ സേവാ സംഘത്തിനൊരു വെയിറ്റിംഗ് ഷെഡുണ്ട്. അവിടെ വേണം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ചോറ് കഴിക്കൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ചോറ്, സാമ്പാർ, പിന്നെ മോര് കറി. തട്ടയിലെന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇന്ന് അന്നദാനം, റെസ്റ്റ് എടുക്കാൻ സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ ദിവസവും അന്നദാനങ്ങളും. സമയം 7 മണിയായി കേട്ടോ. പത്തനംതിട്ടയാണ്. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. കിടക്കാനും കുളിക്കാനും എല്ലാത്തിനുള്ള സെറ്റപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. ഓരോ ദിവസവും ഓരോരുത്തരെ കണക്കായിട്ടാണ് അന്നദാനം നടത്തുന്നത്. സെറ്റാണ് ഇവിടെ. ഫാന് കാര്യങ്ങളെല്ലാം ഉണ്ട്. ശരണം. ഇനി ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. നമ്മൾ വന്നപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങിക്കും. അഡ്രസ്സൊക്കെ നമ്മൾ രജിസ്റ്ററിൽ എഴുതി വയ്ക്കണം. ഇപ്പോൾ തിരക്ക് ആവണമല്ലോ ഉള്ളൂ. കുറച്ചും കൂടെ ഒരു 15 വിളക്ക് 20 വിളക്കൊക്കെ ആകുമ്പോൾ പിന്നെ ഇതിനകത്ത് കിടക്കാൻ സ്ഥലം കാണില്ല. 10 വിളക്ക് 11 വിളക്കായല്ലോ. അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാതെ. നമുക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നല്ല തിരക്കായിരിക്കും. പിന്നെ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. ബാത്റൂമിൽ പോകാനും കുളിക്കാനും തുണി ഇടാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. സമാധാനമായിട്ട് കിടന്നുറങ്ങാം. 3 നേരം ഫുഡുണ്ട്. സ്വാമി ശരണം. കുളിക്കാനും തുണി അലക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. സ്വാമി ശരണം.